എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Four of Swords, Magician, Page of Wands, Three of Cups, Knight of Wands, Six of Wands. ആദ്യം തന്നെ ഫോർ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു മാസമായിരിക്കും. വലിയ തിരക്കുകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഒന്ന് മനസ്സമാധാനത്തോടു കൂടിയിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു മാസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം പൊതുവിൽ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ ഒക്കെയുള്ള നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കുറച്ചധികം തിരക്കുകളുമായിട്ട് ഓടി നടന്നിരുന്ന ഒരു സമയമായിരിക്കാം. ഈ ഒരു മാസം എല്ലാ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞൊരു, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സമയം അവധി സമയമാണ്, അല്ലെങ്കിൽ സമ്മർ ഹോളിഡേയ്സിൻ്റെ ടൈമാണ്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ വെക്കേഷനൊക്കെ പോകാൻ പറ്റുന്നൊരു സമയമാണ്. സാധാരണ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വർഷം നല്ലൊരു വെക്കേഷനൊക്കെ സാധ്യമാകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് ഇപ്പോൾ നാട്ടിൽ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഷർ, അതായത് ജോലി സംബന്ധമായിട്ടുള്ള പ്രഷർ കാര്യങ്ങൾ, ഒത്തിരി സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ അതൊക്കെ വളരെ കുറവായിരിക്കും ഈ ഒരു മാസത്തിൽ. പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് അമിതമായിട്ടിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ വർക്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന വർക്കഹോളിക്കായിട്ടുള്ളവർക്കൊക്കെ ജോലിയിൽ വലിയ രീതിയിൽ വർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിതമായിട്ട് വർക്ക് ചെയ്യേണ്ട, ഓവർ ടൈം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരവും വീട്ടിൽ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനുള്ള അവസരവും മറ്റുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തൃപ്തിയാകുന്ന ഒരു സമയം, പല കാരണങ്ങൾ കൊണ്ടിട്ട് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സമയമാണ്. ഫാമിലിയായിട്ട് കൂടുതൽ അതുകൊണ്ട് തന്നെ സമയം ചിലവഴിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന മറ്റൊരു കാര്യമാണ്. കുറച്ച് നാളുകളായിട്ട് ഫാമിലി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് വിചാരിച്ച് ഒരുമിച്ച് ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ യാത്രയ്ക്കൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടുള്ളവർക്ക് യാത്ര പോകാനും ഒക്കെ പറ്റുന്നൊരു സമയമായിട്ട് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. ഫാമിലിയായിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് യാത്രകൾ, സന്തോഷം പങ്കിടാനും ഒക്കെ ഫാമിലിയോടൊപ്പം പറ്റുന്നൊരു സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ മജീഷ്യൻ എനർജിയാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി നേട്ടങ്ങളുടെ സമയമാണ്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് ആ ചെയ്ത പ്രവൃത്തിക്ക് ഫലം ലഭിക്കും. ഈ ഒരു മാസത്തിൽ വലിയ ഹാർഡ് വർക്കൊന്നുമില്ല, ഇതുവരെ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇരുന്നുണ്ണാം എന്ന് പറയുന്ന പോലെ ഇനി ആ ഒരു ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലത്തിൻ്റെ സമയമാണ്. മാനിഫെസ്റ്റേഷൻ പീരീഡാണ് പലർക്കും. അപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന സമയമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് റിസൾട്ട് വരുന്ന സമയമാണെങ്കിൽ നല്ല എന്തെങ്കിലും എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് പരീക്ഷയ്ക്ക്, ഇപ്പോൾ IELTS ടോഫലോ അതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും PSC പരീക്ഷ എഴുതിയിട്ടുള്ളവരായിരിക്കാം, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ റിസൾട്ട് ഈ ഒരു മാസം വരുന്നവർക്ക് പൊതുവെ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും. വിജയസാധ്യതകൾ വളരെ ഏറിയിരിക്കുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി, ഒരു ബെറ്റർ പൊസിഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള ഒരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭവം എന്നുള്ള രീതിയിൽ കരുതാം. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ബോസ് ആയിരിക്കും, ഒരു കുറച്ച് ടോക്സിക് ഒക്കെ ആണ്, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു അവസരമായിട്ട് ലഭിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ബോസ് ചിലപ്പോൾ സ്ഥലം മാറി പോകുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതും ഒരു തൃപ്തികരമായിട്ടുള്ള അനുഭവമാണ്.
എന്നുള്ളത്. ആ വ്യക്തിയുടെ കീഴിൽ ഇനി വർക്ക് ചെയ്യേണ്ടി വരില്ല എന്നുള്ളത്. ഈ ഒരു മാസം എന്ന് പറയുന്നത് പൊതുവേ കുടുംബം, അതായത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭവമാണ്. പ്രണയ വിവാഹം കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. ചില ആളുകൾക്ക് പ്രപ്പോസൽ വരാം. പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക്, അതായത് പ്രണയ അഭ്യർത്ഥനകളാകാം. അതല്ല എങ്കിൽ മാരേജിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മാരേജ് പ്രപ്പോസൽസ്, അറേഞ്ച് മാരേജിന് ശ്രമിക്കുന്നവർക്ക് മാരേജ് പ്രപ്പോസൽസ് വരുന്ന ഒരു സാഹചര്യമാവും ഇത് സൂചിപ്പിക്കുന്നത്. വിവാഹം കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്ന സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ മനസ്സമ്മതം ഓൾറെഡി ഈ ഒരു മാസം തന്നെ നടത്തുന്നതിന് പെട്ടെന്നൊരു ആലോചനയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്ന് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് പലരെയും സംബന്ധിച്ചിടത്തോളം തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യം. ഇതുവരെ ഒരു ഐഡിയ ഇല്ല എന്താണ് എങ്ങനെയാണെന്നുള്ളത്. പെട്ടെന്ന് ഒരു അടുത്ത മാസത്തിലേക്ക് കടത്തുമ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാവുന്നു. വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ റെഡിയാവുന്ന സാഹചര്യമാണ്. പിന്നെ റിലേഷൻഷിപ്പ്, പൊതുവെ റിലേഷൻഷിപ്പിലുള്ളവർ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഒത്തിരി തൃപ്തികരമായിട്ട് ബന്ധങ്ങളിൽ ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ് ഫീൽ ചെയ്യുന്നു. അങ്ങോട്ടേക്കും നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. നല്ല രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ, അതായത് പൊതുവിൽ ചില ആളുകൾ സ്നേഹമുണ്ട് പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് മാറി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ്. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയോടാവാം, ഒരു പക്ഷേ അച്ഛനമ്മമാരും മക്കളും ആവാം. കാരണം ചില അച്ഛനമ്മമാർ അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലാത്തവർ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നു, അതേപോലെ തുറന്ന് സംസാരിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവെ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആഘോഷങ്ങളുടെ സമയമാണ്. 3 of Cups എനർജിയാണ്. ഒത്തിരി സന്തോഷം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ആഘോഷം, കുടുംബം, കൂടിച്ചേരലുകൾ, കൂട്ടായ്മയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബർത്ത്ഡേയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആനിവേഴ്സറി, ബർത്ത്ഡേ, മറ്റെന്തെങ്കിലും ഫാമിലിയുടെ ഒരു സന്തോഷം, ഇപ്പോൾ ചെറിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവും. നൂലുകെട്ട്, കുട്ടിയുടെ നൂലുകെട്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ ഫാമിലിയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അതായത് നിങ്ങൾ വളരെ അടുത്ത ആളുകളല്ലാതെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു സന്തോഷം, അതായത് അല്ലെങ്കിൽ ഫാമിലി ആരുടെയെങ്കിലും വിവാഹമായിരിക്കാം, നിങ്ങളുടെ കസിൻസോ ആരുടെയെങ്കിലും. പക്ഷേ ഈ ഒരു സമയത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന വിദേശത്തൊക്കെ ഉള്ള ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഫേസിലിരിക്കുന്നവരെ സംബന്ധിച്ച്, അതായത് വെറുതെ ഇരിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തവർ, പക്ഷെ റിട്ടയർ ആയി ഇനിയിപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി എന്ത് ചെയ്യും, അതായത് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ആളുകളെ സംബന്ധിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരി ഒരു ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഫീൽ തരുന്നവരെ സംബന്ധിച്ച് ഈ ഒരു മാസം നിങ്ങൾക്ക് ആയിട്ട്, അതായത് ഈ റിട്ടയർമെൻ്റ് ആയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികൾ, കാര്യങ്ങൾ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പനിയിലൊക്കെ അതായത് സമയം പോകുന്നതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പനിയിലോ മറ്റോ ജോലിയോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ആരെങ്കിലും ഇത് തുടങ്ങുന്നത്, പക്ഷേ അവർ പണം അവരുടെ ഭാഗത്ത് നിന്ന് ഇട്ടിട്ട് വർക്ക് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയോ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത, അതായത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടി വരുന്നില്ല, മാത്രമല്ല നിങ്ങൾക്കൊരു അധ്വാനം, അതായത് പണി ചെയ്യുന്നു, അതിൽ നിന്നൊരു വരുമാനവും ലഭിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജി. അതേപോലെ തന്നെ 6 of Wands എനർജിയാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളവും നല്ലൊരു സമയമാണ്. ഒത്തിരി പേരും പ്രശസ്തിയും ലഭിക്കുക, അതായത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രശസ്തരാവുന്നുണ്ട്, പേരും പ്രശസ്തിയും അത് പിന്നീട് വരുമാന മാർഗത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. അപ്പോൾ ചില മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മക്കളെ കൊണ്ട് ഒത്തിരി അഭിമാനിക്കുന്ന സമയമാണ്. മക്കൾ എന്തെങ്കിലും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തിൻ്റെയെങ്കിലും
ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നതോ അങ്ങനെയൊക്കെ ഉള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നതോ വലിയൊരു അച്ചീവ്മെൻ്റ് നേടുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. സ്കൂൾ കോളേജ് തന്നെ ആയിരിക്കണമെന്നില്ല, നിങ്ങളുടെ മക്കളിൽ നിന്ന് ഇങ്ങനെ അഭിമാനം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.